ബാലിച്ചി അവിടെ എന്താ പ്രശ്നം നീ ഒച്ചുമ്പോഴൊക്കെ? എടാ മുത്തുട്ട ദേഗേച്ചിനെ കണ്ടുകൂടാ, ഫുള്ള് കരച്ചിലും ബഹളാണ്. ഓ ആണ് അതല്ലേ ചോദിച്ചത്, എന്താ പ്രശ്നം എന്താ പറയേ? ദേവകിയമ്മേന്റെ ഒരു പല്ല് കേടുണ്ടായിരുന്നിട്ടോ, അത് ചോറുന്നുമ്പോ അറിയാതെ വയറ്റിലേക്ക് വിഴുങ്ങിപ്പോയി. എന്ത് പറയാനാ, അതിനെ ഇരിക്കാനും വയ്യ, കിടക്കാനും വയ്യ, ഒന്നിനും വയ്യ. പാവം. ഇതാണിപ്പോ വലിയ കാര്യം, ഇതിനാണിപ്പോ ഈ ഒച്ചുമ്പോഴൊക്കെ. എടാ മുത്തുട്ട, പല്ല് വയറ്റിന്റെ ഉള്ളിൽ പോയാ പിന്നെ വേദന ഉണ്ടാവൂലേ? അതന്നെ. അല്ല ഞാൻ പറഞ്ഞോണ്ടൊന്നും തോന്നണ്ട, മൂപ്പത്തി കുറച്ച് ഓവറാണ്. സംഭവം പ്രായമൊക്കെ ആയിട്ടുണ്ട്. എന്താ മുത്തുപ്പാപ്പ എന്തൊക്കെ പറയണേ? അതന്നെ, ഒരാള് വയ്യാണ്ട് നിൽക്കുമ്പോ എങ്ങനെയാ പറയല്? ഞാനോ? പിന്നെ ഇപ്പൊ അത് പറഞ്ഞത്? ഞാൻ പറയും, പറയാൻ കാരണം എന്താ അറിയോ? 2 വർഷം ഒരു കത്രിക വയറ്റി കൊണ്ട് നടന്ന ആളാ ഞാൻ. അറിയോ എനിക്ക്? കത്രിക വയറ്റില്ല? ആ കത്രിക വയറ്റിൽ തന്നെ. അതുകൊണ്ട് ഒരു വയറ്റിൽ സാധനം കാണാല്ലേ എത്ര വേദന ഉണ്ടാവും എനിക്ക് നന്നായിട്ട് അറിയാം. എന്നിട്ട് ഒരു പല്ലിനെ കുറിച്ച് ഇങ്ങോട്ട് പറഞ്ഞാൽ നിൽക്കുന്നത്. കത്രിക എങ്ങനെ വയറ്റില്? അതെങ്ങനെയാടാ? അതെ, നിങ്ങൾക്ക് വയ്യായ്ക എന്തെങ്കിലും വരുമ്പോഴേ നിങ്ങൾ ഈ മറ്റേ വലിയ വലിയ ഹോസ്പിറ്റലിൽ പോവാണ്ടേ ഇവിടെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയിക്ക്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഇതെങ്ങനെ വന്നത്. ഓക്കെ, ഞാൻ പോട്ടെ മതി. ആധാരം പണയം വെക്കേണ്ടി വന്നാലും ഇനി പ്രൈവറ്റ് ഹോസ്പിറ്റലേ പോവുള്ളൂ, ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോവില്ല. അതന്നെ. ഒരു